ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, വിശിഷ്ടാതിഥികളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഒരു കൊച്ചു പ്രസംഗം അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിനവസരം തന്ന അള്ളാഹു ഞാൻ ആദ്യം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വഹാബിയുടെ വീട്ടിൽ പോയി. ആ സ്വഹാബിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത് മുത്തി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ തേനീച്ചൻ്റെ ഒരു കഥ പറയാം. നിങ്ങൾ തേൻ കുടിച്ചിട്ടുണ്ടോ? തേൻ നല്ല മധുരമാണ്. തേൻ എവിടെ നിന്ന് ലഭിക്കുന്നു? തേനീച്ചക്കൂട്ടിൽ നിന്നല്ലേ. തേനീച്ച ഒരു അത്ഭുത ജീവിയാണ്. നാനാവിധ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് ഔഷധ ഗുണമുള്ള തേൻ അതുണ്ടാക്കുന്നു. അതിൻ്റെ കൂട് വലിയ അത്ഭുതമാണ്. ഏറ്റവും മെച്ചപ്പെട്ട മെഴുകുപയോഗിച്ച് ഏറ്റവും കൂടുതൽ തേൻ ഉൾക്കൊള്ളും നാറുകൾ അത് നിർമ്മിക്കുന്നു. വിദഗ്ധരായ എഞ്ചിനീയറെ തോൽപ്പിക്കുന്ന നിർമ്മാണം. തേനീച്ചക്ക് വഴി തെറ്റാതെ സഞ്ചരിക്കാൻ കഴിയും. പൂക്കൾ വിതരുന്ന സമയവും പൂക്കൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും കണ്ടുപിടിക്കാൻ അതിന് സാധിക്കും. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് കേവലം ഒരു പത്രത്തിന്റെ പരസ്യഭാഗത്തെ കുറിച്ച് സംസാരിക്കാനല്ല, മറിച്ച് മനുഷ്യരാശികൾക്ക് എന്നും നിഴൽപേകുന്ന രണ്ട് മഹത്തായ മൂല്യങ്ങളെ കുറിച്ച് പങ്കുവെക്കാനാണ്. സത്യം, നന്മ, നാം കാവലിരിക്കും. കേരളത്തിന്റെ പ്രമുഖ പത്രമായ മാതൃഭൂമി മുന്നോട്ട് വെക്കുന്ന ഈ സന്ദേശം ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ നെഞ്ചിലേറ്റേണ്ട ഒന്നാണ്. എന്താണ് സത്യം? എന്താണ് നന്മ? നാം ജീവിക്കുന്ന ഈ ആധുനിക ലോകത്തെ സാങ്കേതിക വിദ്യ വളരെയധികം വളർന്നു കഴിഞ്ഞു. വിരൽ തുമ്പിൽ വിവരങ്ങൾ അറിയുമ്പോഴും വ്യാജ വാർത്തകളും പരദൂഷണങ്ങളും സ്വാർത്ഥതയും സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇത്തരം ഒരു കാലഘട്ടത്തിലായിരുന്നു നാം സത്യത്തിനും നന്മയ്ക്കും കാവലിരിക്കുന്നതിന്റെ ആവശ്യകത. സത്യത്തിന്റെ കാവലാളുകൾ. സത്യം എന്നത് കേവലം കള്ളം പറയാതിരിക്കൽ മാത്രമല്ല, അത് അനീതിക്കെതിരെ പ്രതികരിക്കാനുള്ള ആർജവം കൂടിയാണ്. മഹാത്മാഗാന്ധി പഠിപ്പിച്ചു തന്ന സത്യാഗ്രഹം എന്ന ആശയം ഓർക്കുക. സത്യത്തിന് താൽക്കാലികമായി പരാജയങ്ങൾ സംഭവിച്ചേക്കാം, എന്നാൽ അന്തിമ വിജയം സത്യത്തിന് മാത്രമായിരിക്കും. നമ്മുടെ വാക്കുകളും പ്രവർത്തനങ്ങളും സത്യസന്ധതയിലൂടെ പുലർത്താൻ നമുക്ക് സാധിക്കണം. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ പരീക്ഷകളിൽ കോപ്പിയടിക്കാതിരിക്കുന്നതും മറ്റുള്ളവരെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുന്നതും സത്യത്തിന് കാവലിരിക്കുന്നതിന്റെ ഭാഗമാണ്. നന്മയുടെ ഉറവിടം. അതുപോലെ തന്നെ പ്രധാനമാണ് നന്മ. മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതും വേദനിക്കുന്നവനെ സഹായിച്ച് കൈനീട്ടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ നന്മ. നന്മ എന്നാൽ പണം നൽകി വാങ്ങാൻ കഴിയുന്നതല്ല, അത് മനസ്സിൽ നിന്ന് ഉണ്ടാക്കേണ്ടതാണ്. ഒരു ചെറുപുഞ്ചിരിയിലൂടെ വഴിമാറി നടക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരാളെ നടക്കാൻ സഹായിക്കുന്നതിലൂടെയോ നമുക്ക് പറ്റും. നമ്മുടെ ഉത്തരവാദിത്തം കാവലിരിക്കുമെന്ന് പറയുമ്പോൾ അത് മറ്റൊരാൾ ചെയ്യേണ്ട കടമയല്ല, അത് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും കടമയാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിന് മയക്കുമരുന്നിന്റെ ഉപയോഗം, സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഇതിനെതിരെ എല്ലാം ബോധവൽക്കരണത്തിന്റെ വലിയൊരു കാവൽക്കോട്ട തീർക്കാൻ വരും തലമുറയായി നമുക്ക് സാധിക്കണം. പ്രിയ സുഹൃത്തുക്കളെ, സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാനും നന്മ നിറഞ്ഞ പ്രവൃത്തിയിലൂടെ സത്യത്തിന് മാതൃകയാവാനും നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നാം കാവലുകളായി നിലകൊള്ളുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വാഹുദവാനി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.